PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിനും വേണ്ടി ഈയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോർപ്പറേഷനിലെ മൂന്നാമത്തെ മൊഡ്യൂളിൽ നിന്നും ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, which of the following statements is or are true? Which of the following statement is or are true? Consumer cooperatives in Kerala has two-tier structure. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം ഓൾസോ കോൾഡ് വാല്യൂ കൺട്രോൾഡ് സിസ്റ്റം. രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഇതിൽ രണ്ടും ശരിയാണോ അല്ലെങ്കിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി ബോത്ത് 1 and 2, സി നെയ്തർ 1 nor 2. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൺസ്യൂമർ കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തേത് പറയുന്നു കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ഇൻ കേരള ഹാസ് 2-tier സ്ട്രക്ചർ. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ഇത് തെറ്റായ പ്രസ്താവനയാണ്. കേരളത്തിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് 3-tier സ്ട്രക്ചറാണ്. അപ്പെക്സ് ലെവലിൽ കൺസ്യൂമർ ഫെഡും, മിഡിൽ ലെവലിൽ ഡിസ്ട്രിക്റ്റ് ഹോൾസെയിൽ സ്റ്റോർ, പ്രൈമറി ലെവലിൽ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റീസ്, നാഷണൽ ലെവലിൽ പറയുകയാണെങ്കിൽ NCCF. അപ്പം കേരളത്തിലെ ചോദിക്കുമ്പം 3-tier സ്ട്രക്ചറാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത്തേത് ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റം ഓൾസോ കോൾഡ് വാല്യൂ കൺട്രോൾഡ് സിസ്റ്റം. അത് ശരിയാണ്. ഡബിൾ കമ്പാർട്ട്മെൻറ്റൽ സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് വാല്യൂ കൺട്രോൾഡ് സിസ്റ്റം. അപ്പോൾ ഇവിടെ ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2 only. അടുത്ത ചോദ്യം, കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ് ഈസ്. കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ് ഈസ്. ഉത്തരം കേരജം. മാർക്കറ്റ് ഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലാണ് കേരജം. കേര, കേരകേശ്, കേര ഗോൾഡ് ഇതെല്ലാം കേര ഫെഡിൻ്റെ കോക്കനട്ട് ഓയിലുകളാണ്. കേര കാന്തി വനിതാ ഫെഡിൻ്റെ കോക്കനട്ട് ഓയിലാണ്. റബ്കോയുടെ കോക്കനട്ട് ഓയിലാണ് ന്യൂട്രിക്കോ. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നാഫഡ് ഈസ് എ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം. നാഫഡ് ഈസ് എ നോഡൽ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റിംഗ് പ്രൈസ് സപ്പോർട്ടിംഗ് സ്കീം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, NCDC വാസ് ഫോംഡ് ഓൺ ദ ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി. NCDC വാസ് ഫോംഡ് ഓൺ ദ ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി. ഓപ്ഷൻസ് 1 only, 2 only, ബോത്ത് 1 and 2, നെയ്തർ 1 nor 2. ഉത്തരം ബി ആണ്, 2 only. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനയാണ്. NCDC വാസ് ഫോംഡ് ഓൺ ദ ബർത്ത്ഡേ ഓഫ് മഹാത്മാഗാന്ധി എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ ബർത്ത്ഡേക്ക് ഫോം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? അത് നാഫെഡ് ആണ്. ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്. ഉത്തരം ഡി ദന്തവാല. ദന്തവാല കമ്മിറ്റീനെ അപ്പോയിൻറ്റ് ചെയ്തത് 1964 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1966. ഈ ഒരു കമ്മിറ്റിയാണ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് റെക്കമെൻഡ് ചെയ്തത്. അടുത്തത്, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള ഹാസ് ഡാഷ് ടയർ സ്ട്രക്ചർ. ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള ഹാസ് ഡാഷ് ടയർ സ്ട്രക്ചർ. ഉത്തരം 2-tier സ്ട്രക്ചർ. കേരളത്തിലെ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് 2-tier സ്ട്രക്ചറാണ്. അപ്പെക്സ് ലെവലിൽ ഹൗസ് ഫെഡ്, ലോവർ ലെവലിൽ പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ്. പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ് 5 തരത്തിലുണ്ട്. കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് കൺസ്ട്രക്ഷൻ സൊസൈറ്റി, കോപ്പറേറ്റീവ് ടെനൻറ്റ് ഹൗസിംഗ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ഹൗസ് മോർഗേജ് സൊസൈറ്റി. ഇങ്ങനെ 5 തരത്തിലുണ്ട് പ്രൈമറി ഹൗസിംഗ് സൊസൈറ്റീസ്. അപ്പെക്സ് ലെവലിൽ വരുന്നത് ഹൗസ് ഫെഡ് ആണ്. ഹൗസ് ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എറണാകുളം. ഹൗസ് ഫെഡ് രജിസ്റ്റർ ചെയ്തത് 1970 ഏപ്രിൽ 23 ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബർ 24. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് റബ്ബർ മാർക്ക് ഈസ് അറ്റ് എറണാകുളം. രണ്ടാമത്തേത്, റൂബക് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് റബ്ബർ മാർക്ക്. ഓപ്ഷൻസ് 1 only, 2 only, ബോത്ത് 1 and 2, നെയ്തർ 1 nor 2. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ബോത്ത് 1 and 2. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. റബ്ബർ മാർക്ക് എന്ന് പറയുന്നത് എന്താണ്?
കേരളത്തിലെ റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നാണ് മുഴുവൻ പേര്. റബ്ബർ മാർക്ക് ഫോം ചെയ്തത് 1971 ഹെഡ്ക്വാർട്ടേഴ്സ് എറണാകുളം. റബ്ബർ മാർക്ക് 2 ടയർ സ്ട്രക്ചറാണ്. ഭാരത് ജൈവ, കേരള ജൈവ, പെരിയാർ മിക്സ്ചർ ഇത് റബ്ബർ മാർക്കിൻ്റെ പ്രോഡക്ട്സ് ആണ്. റൂബക്ക് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് റബ്ബർ മാർക്ക്. റൂബക്ക് റബ്ബർ മാർക്കിൻ്റെ പ്രോഡക്റ്റാണ്. സിംഗിൾ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റിക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് റബ്ബർ മാർക്ക്. റബ്ബർ മാർക്ക് ഒരു സിംഗിൾ കമ്മോഡിറ്റി മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ്. അടുത്തത് ഡയറക്റ്റ് ടു കിച്ചൺ ഈസ് എ സ്ലോഗൻ ഓഫ്. ഡയറക്റ്റ് ടു കിച്ചൺ ഈസ് ദ സ്ലോഗൻ ഓഫ്. ഉത്തരം കേരാഫെഡ്. കേരാഫെഡ് എന്ന് പറയുന്നത് കേര കർഷക സഹകരണ ഫെഡറേഷനാണ്. കേരാഫെഡ് 1987 ഫെബ്രുവരി 4 നിലവിൽ വരുന്നത്. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. കേരാഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലിൻ്റെ ബ്രാൻഡ് നെയിമാണ് കേര. NCDC ആണ് കേരാഫെഡിന് കമ്മോഡിറ്റി ഗ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡയറക്റ്റ് ടു കിച്ചൺ എന്നത് കേരാഫെഡിൻ്റെ സ്ലോഗനാണ്. കേരാഫെഡ് എന്താണ് ചോദിച്ചാൽ അത് അപ്പെക്സ് അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ്. കേരാഫെഡ് ഒരു പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ്. പ്രോസസ്സിംഗ് സൊസൈറ്റി മാത്രമല്ല, അപ്പെക്സ് അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ്. അടുത്തത് വിച്ച് കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഫോർ കോപ്പറേറ്റീവ് ഫാമിംഗ്. വിച്ച് കമ്മിറ്റി വാസ് അപ്പോയിൻറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഫോർ കോപ്പറേറ്റീവ് ഫാമിംഗ്. ഉത്തരം എസ് നിജലിംഗപ്പ കമ്മിറ്റി. കോപ്പറേറ്റീവ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത കമ്മിറ്റിയാണ് എസ് നിജലിംഗപ്പ കമ്മിറ്റി. ഫാമിംഗ് സൊസൈറ്റീസ് ഏത് കാറ്റഗറിയിൽ വരും ചോദിച്ചാൽ അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ഫാമിംഗ് സൊസൈറ്റീസ് അഗ്രികൾച്ചറൽ നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. ഫാമിംഗ് സൊസൈറ്റീസിനെ 4 തരംതിരിക്കാം. ബെറ്റർ ഫാമിംഗ്, ജോയിൻറ്റ് ഫാമിംഗ്, ടെനൻറ്റ് ഫാമിംഗ്, കളക്റ്റീവ് ഫാമിംഗ്. ഇതിൽ പാട്രണേജ് ഡിവിഡൻഡ് ഏത് ടൈപ്പ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ബെറ്റർ ഫാമിംഗ് ആണ്. പാട്രണേജ് ഡിവിഡൻഡ് റിലേറ്റഡ് ടു ബെറ്റർ ഫാമിംഗ് ആൻഡ് ഓണർഷിപ്പ് ഡിവിഡൻഡ് റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് ജോയിൻറ്റ് ഫാമിംഗ്. ജോയിൻറ്റ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട ടേമാണ് ഓണർഷിപ്പ് ഡിവിഡൻഡ്. എന്നാൽ പാട്രണേജ് ഡിവിഡൻഡ് ബെറ്റർ ഫാമിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ്. ഉത്തരം കലവൂർ. ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കലവൂരാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജിയാണ് ചോദ്യമെങ്കിൽ അത് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരാണ്. സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കലവൂർ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി ബാംഗ്ലൂർ. കയർഫെഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ 2 ടേമുകൾ വരുന്നത്. കയർഫെഡ് നിലവിൽ വന്നത് 1979, ഹെഡ്ക്വാർട്ടേഴ്സ് ആലപ്പുഴ. ഓൾ ഇന്ത്യ കയർ ബോർഡ് നിലവിൽ വന്നത് 1954 കൊച്ചിയിലാണ് നിലവിൽ വന്നത്. ഓൾ ഇന്ത്യ കയർ ബോർഡ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിൽ. വർഷം 1954. കയർ ഇയർ എന്ന് പറയുന്നത് 2010. കയർ ഇയറായിട്ട് കണക്കാക്കുന്നത് 2010. ഡിസ്ട്രസ് പർച്ചേസും ഡിസ്ട്രസ് സെയിലും മാറിപ്പോയത്. ഡിസ്ട്രസ് പർച്ചേസ് കയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡിസ്ട്രസ് സെയിൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ട ടേമാണ്. ഡിസ്ട്രസ് പർച്ചേസ് എന്ന് പറയുന്നത് കയർ കോപ്പറേറ്റീവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡിസ്ട്രസ് സെയിൽ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ഹാൻഡിക്രാഫ്റ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഹാൻഡിക്രാഫ്റ്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. ഉത്തരം 1964. 1964 ഹാൻഡിക്രാഫ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 25/8/2024 നടന്ന CSEB എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യനാണിത്. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിൻ്റെ ചുരുക്കപ്പേരാണ് ഹാൻഡിക്രാഫ്റ്റ്. ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എറണാകുളത്താണ്. ഹാൻഡിക്രാഫ്റ്റിന് വർക്കിംഗ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് നബാർഡാണ്. അടുത്ത ചോദ്യം, ന്യൂട്രി ഫിഷ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്. ന്യൂട്രി ഫിഷ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ്. ഉത്തരം മത്സ്യഫെഡ്. മത്സ്യഫെഡിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ന്യൂട്രി ഫിഷ് എന്നത്. ന്യൂട്രി ഫിഷ് ഒരു ഫെർട്ടിലൈസറാണ്. മത്സ്യഫെഡ് മീൻസ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെൻറ്റിൻ്റെ ചുരുക്കപ്പേരാണ് മത്സ്യഫെഡ് എന്നത്. 1984 മാർച്ച് 19 മത്സ്യഫെഡ് രജിസ്റ്റർ ചെയ്തത്. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. വ്യാസ സ്റ്റോഴ്സ്, വനിതാ ബസ് ഇതെല്ലാം മത്സ്യഫെഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
മത്സ്യഫെഡിൻ്റെ പബ്ലിക്കേഷനാണ് മത്സ്യ. ചിറ്റോൺ, ചിറ്റിൻ, ചിറ്റോസൻ, ന്യൂട്രിഫിഷ് ഇതെല്ലാം മത്സ്യഫെഡിൻ്റെ പ്രോഡക്റ്റുകളാണ്. അടുത്തത് ക്യാപെക്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ്. ക്യാപെക്സ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ കാറ്റഗറി ഓഫ്. ഉത്തരം അപ്പെക്സ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു കേരാഫെഡ് ഒരു അപ്പെക്സ് അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ്. എന്നാൽ ക്യാപെക്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ആണ്. ക്യാപെക്സ് മീൻസ് കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ക്യാപെക്സിൻ്റെ പൂർണ്ണരൂപമാണ് കേരള സ്റ്റേറ്റ് കാഷ്യൂ വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. നിലവിൽ വന്ന വർഷം 1984. ഹെഡ്ക്വാർട്ടേഴ്സ് കൊല്ലം. The Apex Federation of Cooperative Spinning Mills and Powerloom Weavers Cooperative Societies is. The Apex Federation of Cooperative Spinning Mills and Powerloom Weavers Cooperative Society is TexFed. TexFed അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽസിൻ്റെയും പവർലൂം വീവേഴ്സിൻ്റെയും ഒക്കെ അപ്പെക്സ് ഫെഡറേഷനാണ്. ടെക്സ്ഫെഡ് നിലവിൽ വന്ന വർഷം 1992. ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം. ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള എന്ന ടോപ്പിക്കിലെ കുറച്ച് റിവിഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.